അനിശ്ചിതകാല പണിമുടക്കിൽ മാറ്റമില്ലെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി 27 മുതൽ റേഷൻ കടകൾ അടച്ചിടുമെന്ന പ്രഖ്യാപനം. ഇനി ചർച്ച മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മാത്രം മതിയെന്ന നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞതോടെയാണ് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് വ്യാപാരികൾ പ്രഖ്യാപിച്ചത്. 27 മുതലാണ് അനിശ്ചിതകാല പണിമുടക്ക്. ഇതിനിടയിൽ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചാൽ മാത്രം സഹകരിക്കും. അല്ലാത്ത പക്ഷം സംസ്ഥാനത്തെ 10,000-ഓളം വരുന്ന റേഷൻ വിതരണ കേന്ദ്രങ്ങൾ അടച്ചിടും. ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു സന്ദർഭത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ ഇപ്പം തന്നെ പല റേഷൻ കടക്കാരും ഉപേക്ഷിച്ചു പോയി. പല ആളുകളും രാജി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തിനേറെ ആത്മഹത്യയിലേക്ക് പോലും തയ്യാറെടുത്ത് നിൽക്കുക. ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഗവൺമെൻറ്റിനോടുള്ള വെല്ലുവിളിയല്ല, ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ല. ഞങ്ങൾക്ക് ജീവിക്കണം. 27-ാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് പോവുക. പ്രത്യാഘാതങ്ങളേറെ ഉണ്ടാകാം. അതിനൊക്കെ നേരിട്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണല്ലോ. വേതന പാക്കേജ് വർധനവ് ആവശ്യം ഇന്നത്തെ ചർച്ചയിൽ വകുപ്പ് മന്ത്രി നിരാകരിച്ചിരുന്നു. തുടർന്നാണ് പണിമുടക്കിൽ മാറ്റമില്ലെന്ന നിലപാട്. ഒരു റേഷൻ വ്യാപാരിക്ക് 30,000 രൂപ അടിസ്ഥാന വേതനം നൽകണം. അതിൽ നിന്ന് വേണം ഞങ്ങൾക്ക് കടവാടക കൊടുക്കാൻ, അതിൽ നിന്ന് വേണം ഞങ്ങൾക്ക് വൈദ്യുതി ചാർജ് കൊടുക്കാൻ, അതിൽ നിന്ന് വേണം ഞങ്ങൾക്ക് സഹായിക്ക് പൈസ കൊടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും 30,000 രൂപ കുറച്ച് പറ്റില്ല. പിന്നെ ഗവൺമെൻറ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളത് കുറയ്ക്കുക വേണ്ടെന്നുള്ള വേറെ കാര്യം. ഞങ്ങൾ വെച്ച ഡിമാൻഡ് അതാണ്. പക്ഷെ അത് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ പോലും ഗവൺമെൻറ് സന്നദ്ധമല്ല. സാമ്പത്തിക ഞെരുക്കമാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. 6 കൊല്ലം എപ്പോഴെങ്കിലും ഞങ്ങളെ പരിഗണിക്കാമായിരുന്നല്ലോ. പ്രതിമാസ അടിസ്ഥാന ശമ്പളമായ 18,000-ൽ നിന്നും 30,000 രൂപയാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.